Hi, it's me Harris. Welcome back to Zod Online English. The previous episode we learned how to use at and on. അറ്റും ഓണും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത്. So today we're going to learn how to use in. എങ്ങനെയാണ് in ഉപയോഗിക്കേണ്ടതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So are you ready? Then let's get started. നിങ്ങൾ ഫുട്ബോൾ കളിക്കുന്നത് പോലെ ബാസ്കറ്റ്ബോൾ കളിക്കാറുണ്ടോ? ഇല്ല അല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് മലയാളത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്? ഇനി മുതൽ നിങ്ങളും ശരിയായ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങും സോഡ് ELP കോഴ്സിലൂടെ. ഇൻ ഈസ് യൂസ്ഡ് വിത്ത് മന്ത്സ്. മാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇന്ന് ചേർത്തിട്ടാണ് പറയാറുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡേറ്റ്സും ഡേയ്സും പറയുമ്പോൾ ഓൺ ചേർത്തിട്ടാണ് പറയുക എന്ന് പഠിച്ചു. അപ്പോൾ അതുപോലെ മാസങ്ങൾ വരുമ്പോൾ ഓണിൻ്റെ പകരം ഇന്നാണ് പറയുന്നത്. സോ വി സേ ഇൻ മാർച്ച്, ഇൻ ഏപ്രിൽ, ഇൻ നവംബർ, ഇൻ ഡിസംബർ. ആൻഡ് റിമെമ്പർ, മന്ത്സ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. മാസങ്ങൾ എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എല്ലായ്പ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതേണ്ടത്. മുൻപ് നമ്മൾ ഡേയ്സ് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് മാസങ്ങൾ എഴുതുമ്പോഴും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതേണ്ടത്. ലെറ്റ്സ് ലുക്ക് അറ്റ് സം എക്സാമ്പിൾ. ഐ എം ഗോയിങ് ഓൺ ഹോളിഡേ ഇൻ ഡിസംബർ. ഞാൻ ഡിസംബറിൽ ഹോളിഡേക്ക് പോവാണ്. ഐ വാസ് ബോൺ ഇൻ മെയ്. ഞാൻ മെയ്യിലാണ് ജനിച്ചിട്ടുള്ളത്. ഷീ ഈസ് ഗെറ്റിംഗ് മാരീഡ് ഇൻ ഏപ്രിൽ. അവൾ ഏപ്രിലാണ് മാരീഡ് ആകാൻ പോകുന്നത്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ ആൻഡ് ഓൺ. ഇന്ത്യ ഗോട്ട് ഫ്രീഡം ഇൻ ഓഗസ്റ്റ്. ഇന്ത്യക്ക് ഓഗസ്റ്റിലാണ് ഫ്രീഡം കിട്ടിയത്. ആൻഡ് യു ക്യാൻ ഓൾസോ സേ ഇന്ത്യ ഗോട്ട് ഫ്രീഡം ഓൺ ഓഗസ്റ്റ് 15th. ഓഗസ്റ്റ് 15th ഫ്രീഡം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മന്ത്സ് മാത്രമാണെങ്കിൽ നമ്മൾ ഇന്നാണ് പറഞ്ഞത്. എന്നാൽ അതിന് കൂടെ ഡേറ്റ്സ് വന്നപ്പോൾ ഇന്ന് മാറിയിട്ടത് ഓണായി. യു ക്യാൻ ഓൾസോ സേ ഓൺ ദ 15th ഓഫ് ഓഗസ്റ്റ്. അങ്ങനെയും നമുക്ക് പറയാവുന്നതാണ്. സോ ഇപ്പോൾ മന്ത്സ് മാത്രമാണെങ്കിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നു. അതിൻ്റെ കൂടെ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഓൺ ചേർത്തിട്ടാണ് പറയുക. വി ഓൾസോ യൂസ് ഇൻ വിത്ത് ഇയേഴ്സ്. നമ്മൾ ഇയേഴ്സ് പറയുമ്പോഴും ഇന്ന് ചേർത്തിട്ടാണ് പറയാറുള്ളത്. മന്ത്സിൻ്റെ കൂടെ നമ്മൾ ഇന്നാണ്, സിമിലർലി ഇയേഴ്സിൻ്റെ കൂടെ നമ്മൾ ഇന്നാണ് പറയുന്നത്. വി സേ ഇൻ 1563, ഇൻ 1983, ഇൻ 1990, ഇൻ 2020. 2020 എന്നുള്ളത് നമുക്ക് 2020 രണ്ട് രീതിയിലും പറയാവുന്നതാണ്. Now let's look at some examples. India got freedom in 1947. ഇന്ത്യക്ക് 1947 ഫ്രീഡം കിട്ടിയിട്ടുള്ളത്. I was born in 1990. 1990 ഞാൻ ജനിച്ചത്. Zoology was formed in 2009. 2009 zoology ഫോം ചെയ്തിട്ടുള്ളത്. The preposition in we also use with decades. Decades means 10 years. 10 വർഷങ്ങൾക്കാണ് നമ്മൾ ഒരു ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡെക്കേഡ് പറയുമ്പോൾ ഇൻ കഴിഞ്ഞിട്ട് ദ എന്നുള്ള ആർട്ടിക്കിളും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഡെക്കേഡ് പറയുക. സോ ഇൻ ദ ആൻഡ് ഡെക്കേഡ്. സോ വി സേ in the 1980s. So we can also replace the 19 part with a apostrophe. അപ്പോസ്ട്രോഫി വെച്ചിട്ട് നമുക്ക് 19 എന്നുള്ള പാർട്ട് റിമൂവ് ചെയ്യാം. സോ നമുക്ക് റൈറ്റിങ്ങിൽ അപ്പോസ്ട്രോഫി ആൻഡ് 80s എഴുതിയാൽ മതി. അങ്ങനെയും എഴുതാറുണ്ട്. ആൻഡ് സിമിലർലി നമുക്കത് വേർഡ്സിലും എഴുതാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ 80s, in the 90s. But remember, we don't put an apostrophe after the digit. നമ്മൾ ഡിജിറ്റ് കഴിഞ്ഞതിന് ശേഷം അപ്പോസ്ട്രോഫി ചേർത്തിട്ട് എസ് എഴുതാറില്ല. ആൻഡ് ദാറ്റ്സ് റോങ്.
So you need to be careful. Now let's look at some examples. Mobile phones were incredibly expensive in the 1990s. 1990s മൊബൈൽ ഫോൺ വളരെയധികം എക്സ്പെൻസീവ് ആയിരുന്നു. Life was difficult in the 1980s. 1980s ലൈഫ് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. The preposition in is also used with century. സെഞ്ചുറിയുടെ കൂടെയും നമ്മൾ in എന്നുള്ള പ്രപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. A century means 100 years. 100 വർഷങ്ങൾക്കാണ് ഒരു സെഞ്ചുറി എന്ന് പറയുന്നത്. We say in the 19th century. 19ാം നൂറ്റാണ്ട്. In the 21st century. 21ാം നൂറ്റാണ്ട്. അപ്പോൾ 19th century, 21st century അങ്ങനെ സെഞ്ചുറി പറയുമ്പോഴും ഇന്നിൻ്റെ കൂടെ നമ്മൾ ദ ചേർത്തിട്ടാണ് പറയുന്നത്. And remember, we always use ordinal numbers when we say century. സെഞ്ചുറികൾ പറയുമ്പോൾ നമ്മൾ ഓർഡിനൽ നമ്പേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഓർഡിനൽ നമ്പേഴ്സ് മീൻസ് നമ്മൾ ഓർഡർ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ആണ് ഓർഡിനൽ നമ്പേഴ്സ്. For example, first, second, third, fourth, fifth, that is ordinal number. So we say not 80th century, it's 18th century. Now let's look at some example. We live in the 21st century. നമ്മൾ 21ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. The First World War began in the 20th century. ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചത് 20ാം നൂറ്റാണ്ടിലാണ്. Telephone was invented in the 19th century. ടെലിഫോൺ കണ്ടുപിടിച്ചത് 19ാം നൂറ്റാണ്ടിലാണ്. The preposition in we also use with season. നമ്മൾ സീസൺ പറയുമ്പോഴും in ചേർത്തിട്ടാണ് പറയുന്നത്. We say in winter, in spring, in summer, in autumn. ഓട്ടം തന്നെ ഫാൾ എന്നും പറയാറുണ്ട്. അമേരിക്കൻസ് സ്വതവേ ഫാൾ എന്നാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് റിമെമ്പർ, സീസൺസ് വി ഡോണ്ട് റൈറ്റ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. സീസൺസ് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാറില്ല. സോ വി യൂസ് സ്മോൾ ലെറ്റേഴ്സ്. ലെറ്റ്സ് ലുക്ക് അറ്റ് സം എക്സാമ്പിൾസ്. ഇറ്റ്സ് വെരി ഹോട്ട് ഇൻ സമ്മർ. വേനലിൽ വളരെ ചൂടാണ്. ഇറ്റ് റെയിൻസ് എ ലോട്ട് ഇൻ വിൻ്റർ. വിൻ്ററിൽ ഒത്തിരി മഴ പെയ്യാറുണ്ട്. മൈ ഗാർഡൻ ലുക്സ് ബ്യൂട്ടിഫുൾ ഇൻ സ്പ്രിംഗ്. വസന്തകാലത്ത് എൻ്റെ ഗാർഡൻ വളരെ മനോഹരമാണ്. വി യൂസ് ദ പ്രപ്പോസിഷൻ ഇൻ വിത്ത് എ പീരിയഡ് ഓഫ് ടൈം. വി സേ ഇൻ 2 minutes, in 3 days, in 4 weeks, in 6 years. In plus a time period which refers to a point of time in the future. For example, in a few years, which means a few years from now. Now look at the chart on the screen. Today is Monday. I'll call you in 3 days, which means I'll call you on Thursday. Let's look at some examples. I'll be there in 5 minutes, which means I'll be there in 5 minutes from now. The program starts in 10 minutes, which means it starts 10 minutes from now. He will call you in a few days, which means he will call you a few days from now. For parts of the days, we normally use in. We say in the morning, in the afternoon, in the evening. എല്ലായ്പ്പോഴും നമ്മൾ ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്ങിനെ പറയുള്ളൂ. ഇതിലൊരു ചേഞ്ചസ് ഉണ്ടാവില്ല. ബട്ട് വി യൂസ് അറ്റ് നൈറ്റ്, നോട്ട് അറ്റ് ദ നൈറ്റ്. വി സേ അറ്റ് നൈറ്റ്, അറ്റ് നൈറ്റ് എന്നാണ്. ആൻഡ് വി ഡോണ്ട് സേ ഇൻ ദ നൈറ്റ്.
So, at night. For example, I get up early in the morning. ഞാൻ രാവിലെ നേരത്തെ എണീക്കാറുണ്ട്. My dad goes to work in the morning. എൻ്റെ അച്ഛൻ രാവിലെ ജോലിക്ക് പോകാറുണ്ട്. I have English class in the afternoon. എനിക്ക് ആഫ്റ്റർനൂണിൽ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്. She has a nap in the afternoon. അവൾ ഉച്ചയ്ക്ക് ശേഷം മയങ്ങാറുണ്ട്. He plays football in the evening. അവന് ഈവനിങ്ങിൽ ഫുട്ബോൾ കളിക്കാറുണ്ട്. I meet my friends in the evening. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഈവനിങ്ങിൽ മീറ്റ് ചെയ്യാറുണ്ട്. I watch TV at night. ഞാൻ രാത്രി TV കാണാറുണ്ട്. And I chat with my friends at night. ഞാൻ രാത്രി എൻ്റെ ഫ്രണ്ട്സിനായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട്. Every, next, last, this. We don't use at, in, on, at these phrases. ഈ ഫ്രേസിൻ്റെ കൂടെ നമ്മൾ അറ്റോ ഇന്നോ ഓണോ ഒന്നും ഉപയോഗിക്കില്ല. വി ഓൾവേസ് യൂസ് എവറി ഓർ വി ഓൾവേസ് യൂസ് നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ആൻഡ് ദിസ്. അപ്പോൾ ഇത്തരം വാക്കിൻ്റെ കൂടെ ഒരു കാരണവശാലും അറ്റോ ഓണോ ഇന്നോ ഉപയോഗിക്കരുത്. Now let's look at some example. We don't say I'll call you on next Sunday. We can say I'll call you next Sunday. You can also say I'll call you on Sunday, but not on next Sunday. Look at some other examples. I do exercise every day. ഞാൻ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാറുണ്ട്. I met my friend last Friday. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. I didn't have breakfast this morning. ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. She is getting married next week. അവൾ അടുത്ത ആഴ്ച മാരീഡ് ആവുകയാണ്. ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇന്ന് വരുന്നത് എന്നുള്ളത് വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ അറ്റ്, ഓൺ ആൻഡ് ഇൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള പ്രിപ്പോസിഷൻസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് വഴിയെ പഠിക്കാം. Till then, goodbye. For more updates, youtube.com/zodedu.